എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ രണ്ടാനമ്മയോട് റിക്വസ്റ്റ് ചെയ്യാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം അച്ഛനോട് പറയരുതെന്നൊക്കെ. അത് കേൾക്കുന്ന അവർ ജിന്നിനെ പറ്റി പറയുന്നുണ്ട്. ജിന്നിനെ അവർക്ക് വളരെ നന്നായി വർഷങ്ങൾ കൊണ്ടേ അറിയാലോ. അവരുടെ മകളുടെ ഹാർട്ട് സർജറിക്ക് പോലും ജിന്നാണ് ഏറ്റവും നല്ല രീതിയിൽ കൂടെ ഉണ്ടായിരുന്നത്. കാശൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തതൊക്കെ അവനാണ്. അവന്റെ പേരിൽ അവൻ സ്ട്രഗിൾ ചെയ്തതൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ജിൻ വളരെ ഹാർഡ് വർക്കിംഗ് ആയ ഒരു ചെറുപ്പക്കാരനാണ്. അവനെ നമുക്ക് വിശ്വസിക്കാം. വളരെ സത്യസന്ധനും മിടുക്കനും നല്ല സ്വഭാവമാണ് അവന്റേത്. അവൻ ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എനിക്ക് അത്രയേറെ സ്നേഹവും കടപ്പാടും അവനോടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം അറിഞ്ഞാല് നിന്റെ അമ്മ അത് സമ്മതിക്കില്ല. അതിന്റെ പേരിൽ ഭയങ്കരമായി പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ കാര്യങ്ങൾ എങ്ങനെ നന്നായി മുന്നോട്ട് പോകുന്നല്ല അവർ ചോദിക്കുമ്പോൾ പക്ഷെ എനിക്ക് ജിന്നിനെ വേണം. ആക്ച്വലി ഞാൻ ഇവിടെ വന്ന ശേഷമല്ല ജിന്നിനോട് ഇങ്ങനെ അടുത്തത്. ഞാൻ പണ്ട് തൊട്ടേ ജിന്നിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്റെ ചേട്ടൻ എന്ന രീതിക്കാ പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഞാൻ അവനെന്റെ ബ്ലഡ് റിലേഷൻ അല്ല എന്നറിഞ്ഞു. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അവനോടുള്ളത് വളരെ സ്പെഷ്യൽ ആയ ഒരു ഇഷ്ടമാണെന്ന്. ജിന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ വർഷങ്ങൾ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിൽക്കാനും ആഗ്രഹിക്കുന്നത്. എനിക്ക് ജിന്നിനെ അത്ര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അവളുടെ ആ ഒരു ഇഷ്ടം ഇത്രത്തോളം സീരിയസ് ആണ് എന്ന് മനസ്സിലാക്കുന്നവർ അതിനെ അംഗീകരിക്കുന്നുണ്ട്. പേടിക്കുകയും വിഷമിക്കുകയോ ഒന്നും വേണ്ട. ഞാനായിട്ട് ഇത് ആരോടും പറയില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കുകയില്ല. എന്തായാലും അതോർത്ത് ടെൻഷൻ അടിക്കാതെ പോകാനായി അവളോട് പറയുന്നു. അത് കേൾക്കുമ്പോൾ മൂവിനും സമാധാനമാവുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും സാൻലി ആവട്ടെ ജിന്നിനോട് പറയുന്നുണ്ട്, നീ കുറച്ചുകൂടെ കാര്യങ്ങൾ ഓപ്പൺ ആയി മൂവിനോട് പറയണം. വെറുതെ പ്രശ്നത്തിലാവരുത്. നീ ഏത് കാര്യങ്ങളിലൂടെ ഇപ്പൊ കടന്നു പോകുന്നതെന്നൊക്കെ അവൾ അറിയണം. അവളോട് ഇത് പറയണം. വെറുതെ അവളെ സങ്കടപ്പെടുത്തരുത് എന്നൊക്കെ കുറച്ച് സീരിയസ് ആയി പറയുമ്പോൾ എനിക്ക് ആരോട് എന്ത് പറയണമെന്ന് അറിയാം. നീ എന്നെ പഠിപ്പിക്കേണ്ടെന്ന് പറ്റില്ല. ജിൻ മറുപടി പറയുമ്പോൾ നീ ഇപ്പൊ ഈ ചെയ്യുന്നത് തെറ്റാ. അവളുടെ തന്നെ നല്ലതിന് വേണ്ടി എന്ന് പറഞ്ഞ് നീ അവളെ ഒന്നും അറിയിക്കാതിരിക്കുന്നത് അവളെ ഒരുപാട് ബുദ്ധിമുട്ടിലും പ്രശ്നത്തിലാക്കുക. അത് നീ മറക്കരുതെന്നൊക്കെ പറയുമ്പോൾ പക്ഷെ എനിക്കെല്ലാം മാനേജ് ചെയ്യാൻ അറിയാം. അവളെ വെറുതെ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അവളോട് ഇപ്പൊ ഒന്നും തുറന്നു പറയാതെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനേ എനിക്കറിയാവുന്നത് തന്നെ ജിൻ അവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു രഹസ്യമായ നീക്കം ജിൻ നടത്തുന്നുണ്ടല്ലോ. അപ്പോ അതൊക്കെ അവനെ അപകടത്തിൽ എത്തിക്കുന്ന സാൻലി വളരെയേറെ പേടിക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളെ പറ്റി അറിയുന്ന സ്നേഹിക്കും നല്ല പേടിയാവുന്നുണ്ട് പോക്ക് ഇങ്ങോട്ടേക്കാണെന്ന്. കാരണം അവൻ വളരെ അപകടം നിറഞ്ഞൊരു കാര്യത്തിന്റെ പുറകിനാണ്. അത് അവനെ വളരെ അപകടത്തിലാക്കുന്ന അവനെ ഇഷ്ടപ്പെടുന്ന അവൾക്ക് നല്ല പേടിയുള്ളത് കൊണ്ട് തന്നെ അവൾ മൂവിനെ കണ്ട് എങ്ങനെയെങ്കിലും ജിന്നിനെ തടയണം എന്ന് പറയാൻ തീരുമാനിക്കുന്നു. കാരണം മൂവ് വിചാരിച്ചാൽ മാത്രമേ ജിന്നിനെ എന്തെങ്കിലും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ സാധിക്കൂ. മൂവിന് മാത്രമുള്ള ഒരു അധികാരമാണ് അവനുള്ളത്. അവൻ അവൾക്ക് മാത്രമേ ആ ഒരു ഫ്രീഡം കൊടുത്തിട്ടുള്ളൂ എന്ന് അപ്പോഴേക്കും അവൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂവിനെ കണ്ട് അവനോട് ഈ കാര്യങ്ങളുടെ പുറകെ പോവാതെ പിന്മാറാനായി നീ ആവശ്യപ്പെടണം. കാരണം അവർ ആളുകള് ജീവനോടെ തിന്നാൻ പോലും മടിയില്ലാത്തവരാണെന്ന് അവളൊരു സൂചന നൽകുന്നുണ്ട്. ജീവനോടെ തിന്നുന്ന വെച്ചാൽ അവര് നരഭോജികളൊന്നും അല്ല, മറിച്ച് അവർ അത്രയും ഡേഞ്ചറസ് ആയ ആളുകളാണെന്ന രീതിക്കാണ് പറയുന്നത്. അങ്ങനെ എന്തിന്റെ പുറകിനാണ് ജിൻ എന്നങ്ങനെ വലിയ കാര്യമായിട്ട് മൂന്ന് അറിയില്ലല്ലോ. എങ്കിലും അവൾ ഇപ്പോ സ്നേഹിക്ക് പറഞ്ഞ കാര്യങ്ങളെ പറ്റി ജിന്നിനോട് സംസാരിക്കാനായി പോകുന്നുണ്ട്. ആക്ച്വലി ജിൻ എന്താ ചെയ്യുന്നത് അതിനെപ്പറ്റി എന്നോടൊന്ന് പറയോ, ഞാനത് അറിയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നീ അറിയാതിരിക്കുന്നതാ ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ എന്നാലും അതെന്താണ് അത്ര എന്ത് തെറ്റായിട്ടാ ജിൻ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതങ്ങനെ വലിയ തെറ്റെന്ന് പറയാനായിട്ടൊന്നുമില്ല. റേസ് ആണ് ആരിതൊക്കെ നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊരു ഓർഗനൈസേഷൻ ആണെന്ന് അവൻ പറയുന്നുണ്ട്. അവരെ ഇത് കണ്ടക്ട് ചെയ്യുന്നതും പ്രൈസ് കൊടുക്കുന്നതെന്നും അവൻ പറയുമ്പോൾ അസോസിയേഷൻ ആണോ എന്ന വാക്കൊക്കെ അവൾ ഉപയോഗിക്കുമ്പോൾ അവളോട് ആരിതൊക്കെ പറഞ്ഞെന്ന് ജിന്നിന് ഒരു അത്ഭുതം. ആക്ച്വലി സ്നേഹിക്ക് പറഞ്ഞ കാര്യങ്ങളെ പറ്റിയാണ് മൂ ഇവിടെ സംസാരിക്കാൻ വന്നതെങ്കിലും സ്നേഹിക്ക് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞല്ല മൂ ഇവിടെ സംസാരിച്ചു തുടങ്ങുന്നത്. എന്നിരുന്നാലും സ്നേഹിക്ക് പറഞ്ഞ പല കാര്യങ്ങളും മൂ ഇവിടെ പറയുമ്പോൾ ഇവൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് അത് കേൾക്കുമ്പോഴേ ജിന്നിനൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഇവൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്ത് ടെൻഷനിലാണെന്ന് മനസ്സിലാക്കുന്നവൻ ഈ കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ ഇതിന്നൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയി മാറും. അതുവരെ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് നാളെന്ന് പറഞ്ഞത് എത്ര ദിവസമായിരിക്കും അവൾ ചോദിക്കുമ്പോൾ ഒരു 2 ആഴ്ച. ആ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇതിന്റെ പിറകിനൊന്നും പോവില്ല എന്ന് അവൻ പറയുമ്പോൾ പ്രോമിസ് ചെയ്യാനായി അവളും ആവശ്യപ്പെടുമ്പോൾ അവനും ഈ 2 ആഴ്ചകൾക്ക് ശേഷം ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഒരിക്കലും ഞാൻ ഇതിന്റെ പിറകിന് പോവില്ല എന്ന് അവൾക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ജിൻ സാൻലിയെ കാണാനായി പോകുന്നുണ്ട്. മുന്നേ സാൻലിയായിട്ട് ജിൻ സംസാരിച്ചൊന്നും മുഷിഞ്ഞിരുന്നല്ലോ. കാര്യങ്ങളൊക്കെ മൂനോട് തുറന്നു പറയണമെന്ന് സാൻലി ആവശ്യപ്പെട്ടപ്പോൾ ജിൻ അത് കേട്ടില്ല. എന്തായാലും സാൻലി കുറച്ച് പണക്കത്തിലാണ് ജിന്നിപ്പോ. അങ്ങനെ സാൻലിയെ കാണാനായി പോകുമ്പോൾ ഒരു റിവറിന്റെ അടുത്ത് സാൻലി മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. അവൻ മൂടൊക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ അപ്സെറ്റ് ആയിരുന്നല്ലോ. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ പോയിരിക്കുന്നതാണ്. അവിടെ വെച്ച് രണ്ടുപേരും അങ്ങനെ ഒന്നിച്ച് മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോൾ സാൻലിയോട് കുറച്ച് റൂഡായി പെരുമാറിയതിന്റെ പേരിൽ സോറി പറയുന്ന ജിൻ എനിക്ക് എല്ലാം കൂടി പെട്ടെന്ന് മൂവിനെ അറിയിച്ച് അങ്ങനെ അവളെ പേടിപ്പിക്കാനേ കഴിയില്ല. ഞാൻ കാര്യങ്ങൾ പതിയെ അവളോട് പറഞ്ഞോളാം. എനിക്ക് അതിന് കുറച്ച് ടൈം വേണം. അത് ഞാനപ്പോ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ സോറി പറയുന്നുണ്ട്. ആ ടീം സാൻലി അവന് കൊടുക്കുന്ന ഒരു ഉപദേശം, എന്റെ അച്ഛൻ ലൈഫിൽ ഒരുപാട് റിസ്ക്കും പ്രശ്നങ്ങളും എടുത്ത് അത് ആരോടും പറയാതെ കൊണ്ടു നടന്ന ആളാ. ഒടുക്കം അത് അറിഞ്ഞപ്പോ എന്റെ അമ്മയ്ക്കും എനിക്കൊന്നും താങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതേ കിടക്ക് നീയും ആവരുത്. നിന്റെ ഭാരം കുറയ്ക്കണമെന്ന് ഓർത്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചിവിടെ മീൻ പിടിക്കുന്നുണ്ടെങ്കിലും ചൂണ്ടയിൽ എന്തോ കൊളുത്തുമ്പോ മീനാണെന്ന് കരുതി വലിച്ചെടുക്കുമ്പോ അതെന്തോ ഒരു വേസ്റ്റ് ആയിരുന്നു. രണ്ടുപേർക്കും മീൻ കിട്ടിയതേ ഇല്ല. അങ്ങനെ അടുത്ത ദിവസം ഗ്യാരേജിന്റെ അവിടേക്ക് മൂ ജിന്നിനെ കാണാനായി പോകുമ്പോഴേക്കും അതിനടുത്ത് തന്നെ വാൻ മൂവിനെ കാണാനായി നിൽപ്പുണ്ടായിരുന്നു. ഈ ജിന്നിനോടെല്ലാം പറഞ്ഞു മാറ്റിയോന്നൊക്കെ സ്നേഹിക്ക് ചോദിക്കുമ്പോൾ 2 ആഴ്ചത്തെ ടൈം ജിൻ ചോദിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാന്ന് അവൻ പറഞ്ഞു എന്ന് അവൾ പറയുമ്പോൾ ആ 2 ആഴ്ച അവന്റെ ജീവന് തന്നെ ആപത്താണെന്നില്ല സ്നേഹിക്ക് ടെൻഷനായി പറയുമ്പോഴേക്കും ഗ്യാരേജിൽ കണ്ട ഒരു കാര്യം ജിന്നിനെയൊക്കെ ഭയങ്കരമായി ഷോക്കാക്കി. അവൻ റേസിന് വേണ്ടി പാർട്സ് ഒന്നും കിട്ടാതെ സ്വന്തമായി
മോഡിഫൈ ചെയ്യാനും അച്ഛൻ്റെ അടുത്ത് നിന്ന് കുറെ ടിപ്സ് ഒക്കെ ചോദിച്ച് കുറെ സെറ്റ് ചെയ്യാനും ഒക്കെ നോക്കിയ കാറില്ല, അതെല്ലാം അതിന്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. ആ ഒരു കാർ ഇപ്പോ ആരോ മനഃപൂർവ്വം തച്ച് തകർത്തിട്ടിരിക്കുകയാണ്. അവന് ടെൻഷൻ ആയിട്ട് വയ്യ, കാരണം റേസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന കാറായിരുന്നു. അങ്ങനെ ഇവിടെ ആ ഒരു ഷോക്കിൽ അവിടെ ഭയങ്കരമായ പ്രശ്നം നടക്കുമ്പോഴേക്കും അതിനടുത്ത് നിന്ന് സംസാരിക്കുകയായിരുന്ന മൂവും സ്നേഹിക്കും ഇവിടുത്തെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അവർ ഈ കാഴ്ച കണ്ട് ആകെ ഷോക്ക് ആകുമ്പോഴേക്കും സ്നേഹിയോട് ഭയങ്കരമായി ജിൻ ദേഷ്യപ്പെടുന്നു. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടൊന്ന് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോക്കോ, നിന്റെ ആളുകളുടെ ഒക്കെ പണിയല്ല ഇതെന്നെല്ലാം പറഞ്ഞ് തന്റെ കാർ മനഃപൂർവ്വം തച്ചുടച്ചത് ഇവരൊക്കെ ആണെന്ന് അവൻ അവിടെ ഷൗട്ട് ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. കാരണം അവളൊന്നും അറിഞ്ഞുകൊണ്ട് ഇതിൽ ചെയ്തിട്ടേ ഇല്ല, അവളല്ല ഇത് ചെയ്തതും ഒന്നും തന്നെ. എന്നിട്ടും അവൻ തന്നെ ഇങ്ങനെ ശത്രുവായി കണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്നുള്ള സങ്കടത്തിൽ അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും ഇതൊക്കെ കണ്ട് ജിൻ ഭയങ്കരമായി ദേഷ്യപ്പെടുന്ന കണ്ടുമല്ല മൂ അവിടെ പേടിച്ച് നിൽക്കാണെന്ന് മനസ്സിലാക്കുന്ന സാലി അവളെ വീട്ടിൽ വിടാന്ന് പറയുമ്പോൾ ഞാൻ അവളോട് സംസാരിക്കാന്ന് പറഞ്ഞ് ജിൻ അങ്ങനെ മൂവിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. വേഗം തന്നെ മൂവിനെ സമാധാനിപ്പിച്ചുകൊണ്ടാവും പറയുന്നത് കുട്ടിക്കാലത്ത് അവൾക്ക് എക്സാമിന് വളരെ മാർക്ക് കുറവായിരുന്നു. ആ എക്സാമിന് തോറ്റ് അവൾ ഭയങ്കര സങ്കടപ്പെട്ട് വന്നപ്പോൾ സാരമില്ല ഞാൻ കാര്യങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവളുടെ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അവൾക്ക് വീട്ടില് വഴക്കൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടി അവളെ അന്ന് സമാധാനിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്ന അവൻ അതേ കണക്കായതും ഇപ്പൊ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് സാരമില്ല, നീ അതോർത്ത് ടെൻഷൻ അടിക്കോ വിഷമിക്കോ ഒന്നും വേണ്ട, ഞാൻ അതെല്ലാം ഡീൽ ചെയ്യും, അതുകൊണ്ട് നീ സമാധാനമായിട്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനായി പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം അവൻ നേരെ പോകുന്നത് സാങ്ങിനെ കാണാനായിട്ടാണ്. സാങ്ങിനെ കണ്ടപാടെ അവന്റെ മോന്ത അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, സാങ് ആണ് തന്റെ വണ്ടി നശിപ്പിച്ചതെന്ന് ജിന്നിന് അപ്പോഴേക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നാകട്ടെ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന മൂ മറ്റാ തൊപ്പി വെച്ച ആളില്ലേ ജിന്നുമായി സംസാരിക്കുന്ന ആള്, അയാളെ കാണുന്നുണ്ട്. ഇയാളുമായിട്ട് ജിന്നിന് എന്തോ ഒരു ഇടപാടുണ്ട്, ഇയാളോട് എന്തോ ഒരു രഹസ്യം ജിൻ തന്നോട് പറയാതെ സൂക്ഷിക്കുന്നുണ്ടെന്ന കാര്യം മനസ്സിലാക്കുന്ന അവൾ അയാളെ ഫോളോ ചെയ്ത് പോകുമ്പോഴേക്കും അയാൾ അവളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നെ ഫോളോ ചെയ്ത് വരുവാണെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ എന്റെ ഫ്രണ്ടിനെ നോക്കി വന്നാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൾ അവിടെ പാൻകേ നിൽക്കുന്നത് കണ്ട് അവന്റെ അടുത്തേക്ക് മിണ്ടുന്ന കണക്ക് പോകുന്നു. അപ്പോഴേക്കും അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പിന്നീട് ജിന്നിനെ കണ്ട് ആ പെണ്ണെന്നെ ഫോളോ ചെയ്ത് വന്നിരുന്നു. എന്തായാലും നീ അവളോട് കാര്യങ്ങൾ സംസാരിച്ച് ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞു വിടുമ്പോൾ ജിൻ കാര്യങ്ങൾ മൂനോട് തുറന്നു പറയണോ വേണ്ടയോ അവളാകെ പേടിക്കുന്നൊക്കെ ആലോചിച്ചാണ് അന്ന് അവളെ കാണാനായി പോകുന്നത്. മൂവിനോട് ജിൻ സത്യങ്ങൾ തുറന്നു പറയുന്നത് കാണിച്ചുകൊണ്ടാണ്. നമ്മൾ മുന്നേ കണ്ടിരുന്നില്ലേ അനീതിയുടെ ഓപ്പറേഷന് വേണ്ടി കാശ് സമ്പാദിക്കാനായി മോഡിഫിക്കേഷന്റെ വർക്കിലേക്ക് ജിൻ ഇറങ്ങിയതും അതുവഴി അവന് ഒരു ഓഫർ കിട്ടിയപ്പോൾ അയാൾ ആവശ്യപ്പെട്ട കണക്കുകളുടെ കാർ അവൻ മോഡിഫൈ ചെയ്ത് കൊടുത്തു. അയാൾ കൊടുത്ത തുകയ്ക്ക് നല്ല രീതിക്ക് നല്ല ക്വാളിറ്റി പാർട്സ് കൊണ്ടാണ് അവൻ മോഡിഫൈ ചെയ്തതെങ്കിലും അവൻ അറിയാതെ അവൻ അന്ന് വർക്ക് ചെയ്തിരുന്ന സ്നേക്കിയുടെ അച്ഛന്റെ ഗ്യാരേജിലെ തിരുമറി കാരണം, അതായത് സ്നേക്കിയുടെ അച്ഛനും സഹോദരനും ഒക്കെ ചേർന്ന് നടത്തിയ ആ ഒരു തിരുമറി കാരണം ആ ഒരു മോഡിഫിക്കേഷൻ പാർട്സ് ഒക്കെ നല്ലത് മാറ്റി അവർ മോശമായ പാർട്സ് വെക്കുകയും അത് ജിൻ അറിയാതെ അവൻ മോഡിഫൈ ചെയ്ത് കൊടുത്ത ആള് അത് ഓടിച്ച് ആക്സിഡന്റിൽ പെടുകയും അയാൾക്ക് കാല് നഷ്ടപ്പെടുകയും ചെയ്തല്ലോ. അതിന്റെ പേരിൽ കേസ് കൊടുക്കാതിരിക്കാനായി വലിയ തുക തന്നെ നഷ്ടപരിഹാരമായി ജിന്നിന് കൊടുക്കേണ്ടി വന്നു. തുടർന്ന് അതിന്റെ കുറ്റബോധത്തിലൊക്കെ ഭയങ്കരമായ വേദനയിലൂടെയാണ് ജിൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അവനെ തന്നെ പഴിച്ച് ആ ഗ്യാരേജ് ജോലികൾ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇവർ തന്നെ ചതിച്ചു എന്നതറിയാതെ അവൻ അവിടെ പട്ടിപ്പണി എടുത്തവർക്ക് വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു. പക്ഷെ പിന്നീട് ആ സത്യം അറിഞ്ഞ് അവൻ അവിടെ നിന്ന് മാറിയല്ലോ. അതിനുശേഷം സ്വന്തമായ ഒരു ഗ്യാരേജ് ഒക്കെ തുടങ്ങി ജിൻ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിലാണ് ആന്റി സ്മഗ്ലിംഗ് ബ്യൂറോയിലെ ഒരു ഉദ്യോഗസ്ഥൻ അവൻ അപ്രോച്ച് ചെയ്യുന്നത്. ആ പോലീസുകാരനാണ് നമ്മൾ ജിൻ ഇടയ്ക്കിടയ്ക്ക് രഹസ്യമായി കണ്ടിരുന്നത്. എന്തായാലും അയാൾ ജിന്നിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ജിന്നിന് വലിയ പ്രശ്നം വന്നത് ഈ പാർട്സ് ഒക്കെ സ്മഗിൾ ചെയ്യുന്ന ആ ഗ്യാരേജുകാര് ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. എന്നാൽ അവരുടെ തെറ്റുകൾ പുറത്തു കൊണ്ടുവരാനായി ഇയാൾക്ക് വേണ്ടത്ര തെളിവില്ലാത്തതുകൊണ്ട് ആ തെളിവ് ശേഖരിക്കാനായി ജിന്നിന്റെ സഹായം ചോദിക്കായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തു കൊടുത്താൽ ജിന്നിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവന്റെ മുകളിൽ വന്നിരിക്കുന്ന തെറ്റ് അവന്റേതല്ല, അവൻ കാരണമല്ലെന്ന് ആക്സിഡന്റ് നടന്നത് അവനും അതിൽ ഫ്രെയിം ചെയ്യപ്പെടുകയായിരുന്നു, ചെയ്യാത്ത തെറ്റ് അവന്റെ തലയിൽ കെട്ടിവെക്കപ്പെടുകയായിരുന്നു എന്നത് പുറത്തു കൊണ്ടുവരാനായി സാധിക്കും. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനായിട്ട് റേസിംഗ് ടീമിന്റെ വിശ്വസ്തത പിടിച്ചുപറ്റി അതിന്റെ ഒരു ഭാഗമായി ജിൻ മാറണം. അതിനായാണ് ജിൻ കഷ്ടപ്പെട്ട് റേസ് ചെയ്ത് ആ ഒരു ടോപ്പ് 3 എത്താനായി സാധിക്കുന്നത്. അങ്ങനെ എത്തിയാൽ മാത്രമേ അവന് വളരെ രഹസ്യമായി നടക്കുന്ന ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായി സാധിക്കൂ. അതിനായിട്ടാണ് വണ്ടി മോഡിഫൈ ചെയ്യാനും മറ്റോ നോക്കുന്നത്, അവന്റെ റേസിംഗ് സ്കില്ല് ഇൻക്രീസ് ചെയ്യാൻ ഇത്ര കഷ്ടപ്പെടുന്നത്, ഇത്ര റിസ്ക് എടുത്ത് റേസ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു 2 ആഴ്ചത്തെ സമയം നിന്നോട് ചോദിച്ചിരുന്നില്ലേ, അപ്പോഴേക്കും എനിക്കൊരു റേസ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ആ കാർ റെഡിയാക്കിയിരുന്നത്. പക്ഷെ ആ കാർ ഇപ്പോ നശിപ്പിച്ചിരിക്കുന്നു. എന്റെ ശത്രുക്കൾ തന്നെയാണ് അത് ചെയ്തത്. അത് സാരമില്ല, അതെങ്ങനെയും ഞാൻ റെഡിയാക്കും. പക്ഷെ അതിനായിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിൽ ഇറങ്ങി തിരിച്ചത് ഇത് റിസ്ക് ഉണ്ട്, എന്റെ ജീവന് പോലും അപകടമായിരിക്കും അവരുടെ തെറ്റുകൾ പുറത്തു കൊണ്ടുവരാൻ നോക്കുമ്പോൾ എന്നെ അപായപ്പെടുത്താൻ പോലും ശ്രമിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിൽ ഇറങ്ങിയത്. ആ തെറ്റുകൾ പുറത്തു കൊണ്ടുവരണം, ഇനി ഒരാൾക്ക് ഒരു അപകടവും സംഭവിക്കരുത്, എന്നെ പോലെ ആരും ഫ്രെയിം ചെയ്യപ്പെടരുത് എന്ന ഉദ്ദേശത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ നീ വീണ്ടും എന്റെ ലൈഫിൽ വന്ന ശേഷം, എന്റെ ലൈഫിന്റെ വലിയൊരു ഭാഗമായി നീ മാറിയ ശേഷം ഇപ്പൊ ഇതെന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. എന്റെ തെറ്റല്ല അന്ന് നടന്നത്, എന്റെ മുകളിൽ തെറ്റ് അടിച്ചേൽപ്പിച്ചതാണ് എന്നത് പുറം ലോകത്തെ അറിയിക്കുന്നത്. ഞാനൊരു ക്ലീൻ ആയ ആളാണ് എന്ന് നിന്നെ സ്വന്തമാക്കാനായി ഞാൻ വൃത്തിയാണെന്ന് എനിക്ക് ഇതിലൂടെ പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി എനിക്ക് ഇതൊക്കെ മറികടന്ന് വന്നേ സാധിക്കുമെന്ന് ഇപ്പൊ ഏറ്റെടുത്ത ഈ കമ്മിറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നെല്ലാം ജിൻ പറയുമ്പോൾ അതൊക്കെ കേൾക്കുന്ന മൂന്ന് സത്യത്തിൽ പേടിയാവുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു അവസാനം കാണാതെ ജിൻ ഇതിൽ നിന്ന് ഇപ്പൊ പിന്മാറിയാൽ ശരിയാവില്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവനും അത് തന്നെയാണ് അവിടെ ഉറപ്പിച്ച് പറയുന്നത്. എന്നിരുന്നാലും അവൾക്ക് അവന്റെ കാര്യം ഓർത്ത് അവൻ അപകടത്തിലേക്കാണല്ലോ, അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ തന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളിങ്ങനെ അപകടത്തിലേക്ക് വിടുമ്പോൾ താൻ സമാധാനത്തിരിക്കുന്നതെന്നൊക്കെ അവൾക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആദ്യം പറയണ്ട, ഇതൊക്കെ കേട്ട് അവൾ പേടിക്കുമെന്ന് മൂ വിചാരിച്ചിരുന്ന, എന്നാൽ മൂ അറിയാൻ ആഗ്രഹിച്ച
ആ കാര്യങ്ങളൊക്കെ തന്നെ ജിന്നി ഇപ്പൊ പറഞ്ഞു കൊടുത്ത് അവളോട് അതിനെപ്പറ്റി സംസാരിച്ച് ഓക്കെയാക്കി അവളെ തിരിച്ച് അച്ഛന്റെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയ മൂ എന്തോന്ന് ആലോചിച്ച് വേഗം തന്നെ ജിന്നിനെ കാണാനായി വീണ്ടും ഗ്യാരേജിലേക്ക് പുറപ്പെടുന്നു. അവളെ അവിടെ കാണുന്നവൻ നിന്നെ ഇപ്പോഴല്ല ഞാൻ കൊണ്ടുവിട്ട പിന്നെന്തിനാ വീണ്ടും വന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ഥലം വരെ വാന്ന് പറഞ്ഞ് അവൾ വിളിച്ചോണ്ട് പോകുന്നത് പാൻകേയുടെ അടുത്തേക്കാണ്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.